ഹലോ ബ്രോസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ഈ ഐലൻഡിൽ നമ്മളിപ്പോൾ ഈ ഒരു ചെറിയ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ അത്യാവശ്യം റിസോഴ്സസൊക്കെ ആയ സ്ഥിതിക്ക് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഐലൻഡിൻ്റെ കുറച്ച് ഭാഗം മൈൻ ചെയ്തെടുത്ത് നമ്മളൊരു ഏരിയ ഫ്ലാറ്റാക്കി എടുക്കും. എന്നിട്ട് നമ്മൾ അവിടെ ഒരു വീട് പണിയാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, എനിക്കിപ്പോഴും 6 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. എന്നെ ഒരു 10 സബ്സ്ക്രൈബേഴ്സ് ആവാനെങ്കിലും ഒന്ന് സഹായിക്കണം. അതിനുവേണ്ടി എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ വേൾഡ് കപ്പിൽ ഏത് ടീമാണ്? ഞാൻ അർജൻറ്റീനയാണ്. അപ്പോൾ നിങ്ങൾ വേൾഡ് കപ്പിൽ ഏത് ടീമാണ്? ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഫ്ലാഗും കൂടി അങ്ങ് കമൻറ്റ് ചെയ്തു. നമുക്ക് നോക്കാം വേൾഡ് കപ്പിൽ ആരാണ് ജയിക്കണമെന്ന്. ഞാൻ പറയുകയാണെങ്കിൽ അർജൻറ്റീന തന്നെയായിരിക്കും വേൾഡ് കപ്പിൽ കപ്പ് തൂക്കുക. അപ്പോൾ അർജൻറ്റീന ഫാൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് എന്താ പറയുക, ഡേട്ട് മൈൻ ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടി ഒരു ശകലം ഉണ്ടാക്കിയില്ലെന്ന് തോന്നുന്നു. ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ കയ്യിൽ കാണുന്ന കൊബിൾ സ്റ്റോൺ വെച്ച് ഞാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. എന്ത് പ്ലാറ്റ്ഫോമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പ്ലാറ്റ്ഫോം മൊത്തം നമ്മൾ കവർ ചെയ്യും, അതായത് വെളിച്ചമൊന്നും തട്ടാത്ത രീതിയിൽ. അപ്പോൾ അവിടെ സോംബി വില്ലേജർ സ്പോൺ ആവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഈ വേൾഡിൽ സോംബി വില്ലേജർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലാണ് നമുക്ക് ഈ വേൾഡിൽ ബാക്കിയുള്ള പ്രോഗ്രസ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് ഇപ്പോൾ ഒരു വലിയ ഫാം പണിത് കഴിഞ്ഞാലും വലിയ കാര്യം ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു പ്ലാറ്റ്ഫോം പണിയാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, അങ്ങനെ ഞാൻ പ്ലാറ്റ്ഫോം പണിത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഡേട്ടൊക്കെ മൈൻ ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ പണിയിലേക്ക് പോകാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഈ സൈഡിൽ നിന്ന് കുറച്ച് ഡേട്ട എടുക്കുകയാണ്. പിന്നെ വേറെ സൈഡിൽ നിന്നൊക്കെ നമ്മൾ ഡേട്ട എടുക്കുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. പക്ഷേ ഇനി അതിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടി നമുക്ക് ഇനിയും ഡേട്ട് വേണം. അപ്പം നമുക്ക് ഇവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും കുറച്ചുകൂടി ഡേട്ട എടുത്തിട്ട് നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോം കൂടി കവർ ചെയ്യാം. ഇവിടെ ഇപ്പോൾ കുതിരയൊക്കെ സ്പോണുണ്ട്, പക്ഷേ കുതിരേനെ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ചുമ്മാ വേണമെങ്കിൽ ഇടയ്ക്ക് എടുത്ത് വയ്ക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ പ്ലാറ്റ്ഫോം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ഥലമൊക്കെ പൊട്ടിച്ചിടാം. ഇനി രാത്രിയും പകലും ഒക്കെ ആയിട്ട് ഇവിടെ സോംബി വില്ലേജറൊക്കെ സ്പോൺ ആവുന്നതായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഒരുപാട് ഈ വേൾഡിൽ പ്രോഗ്രസ് ഉണ്ടാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഈ ട്രേഡറെ കൊണ്ട് ഈ വേൾഡിൽ നമുക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാവുന്നതായിരിക്കും. കാരണം നമുക്ക് കിട്ടാൻ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരുപാട് റിസോഴ്സ് കാണും. ഓക്കെ, ഇപ്പം ഇവനൊരു എന്താ പറയുക, അത്യാവശ്യം ഈ വുഡൊക്കെ ഈ വേൾഡിൽ കിട്ടാനില്ല. അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഇവനിങ്ങനെ എന്താ പറയുക, നമുക്ക് ട്രേഡ് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ചിലവരെന്ന് പറയുമ്പോൾ വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ച ബോട്ടിൽ, അതിന് പകരം നമുക്ക് ഇത് തരുന്നതായിരിക്കും, എന്താ എമറാൾഡ് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കതൊക്കെ ഈ വേൾഡിൽ ഒരുപാട് ഉപകാരമാവുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വാണ്ടറിങ് ട്രേഡിന് ഉപയോഗിക്കണം ഈ വേൾഡിൽ. അപ്പോൾ നമുക്ക് എന്തൊക്കെ വന്നാലും ഇപ്പോൾ ഈ ഐലൻഡ് ഫ്ലാറ്റ് ആക്കുന്നതിലും ഡേട്ട് മൈൻ ചെയ്തെടുക്കുന്നതിൽ ശ്രദ്ധിക്കാം. അപ്പം ഞാൻ വേറെ ഒരു സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ആ സൈഡിൽ നമുക്കധികം മൈൻ ചെയ്യില്ല. എങ്കിൽ ഈ സൈഡെന്ന് പറഞ്ഞാൽ ഭയങ്കര കുളമായിട്ട് കിടക്കുന്ന സൈഡാണ്. അപ്പോൾ നമുക്ക് ഈ സൈഡൊന്ന് മൈൻ ചെയ്ത് ഇവിടുത്തെ ഏരിയയൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കുമോ, അല്ലെങ്കിൽ ഇത്രയും ഡേട്ടിൻ്റെ ആവശ്യമൊന്നും ഈ ഐലൻഡിലില്ല. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഇവിടുന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ വീട് പണിയണ ഏരിയ കൊണ്ട് ഫ്ലാറ്റ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഈ ഏരിയ ഫ്ലാറ്റാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഫ്ലാറ്റെന്ന് പറയാം, അല്ലാതെ വലിയ ഫ്ലാറ്റെന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെയായിട്ട് നമ്മുടെ നാട്ടിലസും ഉണ്ട്. ഈ നാട്ടിലസിനെ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഒന്ന് മാറ്റാം. കാരണം നമുക്ക് ഇവിടെ അത്യാവശ്യം ഒന്ന് ഫ്ലാറ്റാക്കേണ്ടതാണ്. അപ്പോൾ ഇവന് വേണ്ടി കുറച്ചുകൂടി ഒരു ആഴത്തിലുള്ള സ്ഥലം ഞാൻ പണിത് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇവൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമുക്കതൊക്കെ തടയണം. എന്തൊക്കെ വന്നാലും ഇപ്പോൾ രാത്രിയാവാൻ പോകാമെന്ന് തോന്നണം. അയ്യോ, എൻ്റെ കയ്യിലാണ് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞാൻ ഈ ഷീപ്പിനൊക്കെ എന്തെങ്കിലും ഒന്ന് കൊടുക്കട്ടെ കേട്ടോ, പാവങ്ങൾ.
അവർക്ക് എന്തെങ്കിലും കൊടുത്ത് അവരെയൊക്കെ ബ്രീഡ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് വലിയ ഫാമൊക്കെ പണിയാൻ. അപ്പം നമുക്ക് ഡേട്ട് ആയിട്ടില്ല, ഇനിയും കുറേ കൂടി ഡേട്ട് വേണം. അപ്പോൾ നമുക്കത് നാളെ രാവിലെ എണീറ്റ് മൈൻ ചെയ്യണം. ഓക്കെ, അങ്ങനെ പുതിയ ദിവസമായിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ സ്കെലറ്റനെ കൊന്നിട്ട് ഇന്നത്തെ ദിവസം കുറച്ച് ബോൺ മീലൊക്കെ എടുക്കാം. അപ്പോൾ വേറെ സ്കെലറ്റനുണ്ട്, അവനെ നമുക്ക് നൈസായിട്ട് അങ്ങ് തട്ടാം. എന്നിട്ട് നമുക്ക് നേരെ പോയി അടുത്ത മൈനിങ്ങിന് വേണ്ടി തുടങ്ങാം. ഇവിടെ നമ്മുടെ വീറ്റൊക്കെ വളർന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി അല്ല എൻ്റെ കയ്യിൽ അത്യാവശ്യത്തിൽ കൂടുതൽ ഡേട്ടായി. ഓക്കെ ഗായ്സ്, അപ്പം നമ്മളിപ്പോൾ ഇവിടെ പ്ലാറ്റ്ഫോം പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ ആയിരിക്കും നമ്മൾ നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ പണിയുന്നത്. അപ്പോൾ ഞാൻ ഈ പണിതത് കുറച്ച് ബോറിങ് ആയത് കൊണ്ട് ഞാൻ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഭാഗത്തേ പണിയുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ ഞാൻ ദേ പണിത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ദേ ഫുൾ ഡേട്ടും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സ്ഥലം ഇരിക്കുന്നത്. ഈ ഒരു സ്ഥലത്തും പിന്നെ വേറെ കുഴപ്പമില്ല. ഉയ്യോ, ദേ ഒരു സോംബി സ്പിയർ ഉള്ളത്. അതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകണ്ട. അത് ഡീസ്പോൺ ആവുന്നവരെ നമുക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങാം. അപ്പോൾ നാളെ രാവിലെ എണീറ്റ് നമുക്ക് ബാക്കി വീടിൻ്റെ പണിയും തുടങ്ങണം. ഇതേ കണ്ട ഒരുത്തനാണ് ഇതേ വെള്ളത്തിലൊക്കെ പോയി കിടക്കുന്നത്. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഇതുവരെ ഒന്നും തന്നെ ഇതായിട്ടില്ല. അപ്പോൾ കുഴപ്പമില്ല, ഇപ്പം എൻ്റെ ഐലൻഡ് അത്യാവശ്യം സെറ്റായിട്ടുണ്ട്, കുറേ മരമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ബാക്കി വീട് പണിയിലേക്ക് കൊടുക്കാം. ഞാൻ വീട് പണിയിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡീപ്പ് സ്ലീറ്റ് കൊണ്ടാണ് ഞാൻ വീട് പണിയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താ സംഭവിച്ചതെന്നറിയോ, ഞാനാണ് ഈ ഒരു സ്ഥലത്ത് നമ്മുടെ നാട്ട്ലെസ്സിന് വേണ്ടി കുറച്ചുകൂടി സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാണ്. പക്ഷേ എന്താ പറയുക, അവനാണെങ്കിൽ ആ ഒരു വെള്ളമില്ലാത്ത ഏരിയയിലേക്ക് കയറിയിരുന്നു. ആ ഒരു അറ്റത്ത് കാണുന്ന വെള്ളമില്ലാത്ത ഏരിയയിൽ. എന്നിട്ട് അവൻ അവിടെ വെള്ളമില്ലാതെ ചത്തു. എന്ത് മണ്ടരാന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ നമുക്ക് ഒരെണ്ണത്തെ കൂടെ ഇണക്കിയെടുക്കാം. ചത്തയിൽ എനിക്ക് ചെറിയ വിഷമമുണ്ട്. പക്ഷേ മണ്ടത്തരം കാണിച്ചാണ് ആ ചത്ത. അതിന് അത്രയും വെള്ളം ഉണ്ടായിട്ടും അത് ആ വെള്ളമില്ലാത്ത ഏരിയയിൽ പോയി ചത്തു. ഇത്രയും ഡീപ്പ് സ്ലേറ്റ് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഡീപ്പ് സ്ലേറ്റ് വെച്ച് തന്നെ എന്ത് ചെയ്യാൻ പോവാണ്, വീട് പണിയാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നേരെ പുറപ്പെടാം. ഞാൻ പണിയുന്ന അത്യാവശ്യം എന്താ പറയുക, ചുമ്മാ ഒരു തട്ടിക്കൂട്ട് വീടെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും വലിയ ഡിസൈനും അല്ലെങ്കിൽ വലിയ ഇതൊക്കെ ഉള്ള വീടായിരിക്കത്തില്ല. അത്യാവശ്യം ഒരു സാധാരണ ഒരു വീട് പോലെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും അതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. സാധാരണ ഒരു വീട് പോലെ ആയിരിക്കും, അല്ലാതെ വലിയ ഫാൻസി ആയിട്ടുള്ളതോ അങ്ങനത്തെ ഒരു വീടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ഒരു എന്താ പറയുക ഒരു ലേ ഔട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം, അതായത് ഇതെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ചതുരം പോലെ പണിയുന്ന വീടാണ്. വലിയ ഡീറ്റെയിലിങ്ങോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും കൊടുക്കാത്ത രീതിയിലുള്ള ഒരു വീടാണ് ഞാനിപ്പോൾ പണിയുന്നത്. കാരണം നമുക്ക് ആ ചെറിയ വീട്ടിൽ ഇനി താമസിച്ച് മടുത്തു. അതിനേക്കാളും ഭേദം ഈ ഒരു വലിയ വീട്ടിൽ താമസിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ പണിയാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടി എനിക്ക് മരമൊക്കെ വേണം. ഞാൻ ഒന്ന് മരമൊക്കെ എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി വീടിൻ്റെ പണി നോക്കാം. അപ്പോൾ ഞാൻ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ഡേറ്റൊക്കെ മൈൻ ചെയ്ത് കളയുവാണ്. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്താ പറയുക നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ളൊരു സെറ്റപ്പിലായിരിക്കും നമുക്ക് ഈ സ്ഥലം കിട്ടുക. അപ്പോൾ ഞാൻ ഈ അടുത്തുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മൈൻ ചെയ്ത് കളയട്ടെ പെട്ടെന്ന് തന്നെ. നമ്മുടെ കയ്യിലുള്ള കോബിൾ സ്റ്റോൺ തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ചുകൂടി കോബിൾ സ്റ്റോണൊക്കെ മൈൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പണിയിലേക്ക് കിടക്കണം. മൈൻ ചെയ്ത് എനിക്കിത് അവസാനം അയണിലെത്തിയിട്ടുണ്ട്. കുറേ അയൺ ഇവിടെ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. ഈ അത്യാവശ്യം അയണിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ അയണൊക്കെ മൈൻ ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മളിത് കോബിൾ സ്റ്റോണൊക്കെ മൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി വീടിൻ്റെ റൂഫല്ല, മുകളിലത്തെ നമ്മൾ റൂഫ് ഇച്ചിരി പണിതുള്ളൂ. ബാക്കി റൂഫും കൂടി പണിയണം. എന്നിട്ട് നമുക്ക് ബാക്കി അടിയിലത്തെ കാര്യങ്ങളൊക്കെ പൊളിച്ചൊക്കെ പണിയണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്ലോക്ക് ലാഭിക്കാൻ വേണ്ടി നമ്മൾ ഡീപ്പ് സ്ലേറ്റിൻ്റെ ഇത് വെച്ചല്ല, ബ്ലോക്ക് വെച്ചല്ല നമ്മൾ പണിയണേ സ്ലാബ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് കുറേയും കൂടി ബ്ലോക്കൊക്കെ ലാഭിക്കാനായിട്ട് പറ്റും. ഈ ഒരു സംഭവം കൂടി ഞാൻ ക്രാഫ്റ്റ് ചെയ്യണമെന്ന് നോക്കുകയാണ്. ഇത് ചുമ്മാ ഡെക്കറേറ്റീവായിട്ട് എവിടെയെങ്കിലുമൊക്കെ വെക്കാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി പണിയിലേക്ക് കിടക്കാം. നമുക്ക് സമയം കളയാതെ ഈ ഒരു പണി തീർത്തിട്ട് വേണം എനിക്ക് അറ്റത്ത് ഇതുപോലെ സ്ലാബ് വെക്കാൻ. എന്നിട്ട് മുമ്പിൽ എന്തെങ്കിലും ചെറിയൊരു ഡിസൈൻ കൊടുക്കും, ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട്.
ഓക്കെ, അങ്ങനെ നമ്മളിത് എല്ലായിടത്തും സ്ലാബൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡോറ് വെക്കണം. ഇപ്പോൾ ഒരു ഈ സൈഡിലൊക്കെ ചെറുതായിട്ടൊരു അണ്ണീവൻ ഉണ്ടോയെന്നൊരു സംശയം. അത് നമുക്ക് ഇവിടെ ഒരു ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നമൊക്കെ തീരും. ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നമൊക്കെ തീരും. ഇപ്പോൾ രണ്ട് സൈഡും ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നടുക്ക് രണ്ട് ഡോറൊക്കെ വെക്കണം. അതിന് മുമ്പായിട്ട് ഈ സ്ലാബിൻ്റെ ഇവിടെ സ്റ്റെയർ വെക്കാൻ പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒന്നുകൂടി ഒന്ന് ശ്രമിച്ച് നോക്കട്ടെ. ഓക്കെ, പറ്റത്തില്ല. നമുക്ക് ബ്ലോക്ക് തന്നെ വേണം, ഫുള്ളായ ബ്ലോക്ക് വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് മൈൻഡ് ചെയ്ത് ഫുള്ളായിട്ടുള്ള ബ്ലോക്ക് തന്നെ വേണം. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്നുകൂടി ചെയ്യണം. പക്ഷേ ഫ്രണ്ടിൽ മാത്രം ചെയ്താൽ മതി, കാരണം ഫ്രണ്ടിൽ മാത്രമാണല്ലോ നമ്മൾ സ്റ്റെയർ വെക്കണുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു സ്ഥലത്ത് ഫുള്ളായിട്ട് സ്ലാബ് ഞാൻ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഫുള്ളായിട്ട് ഇത് ഫുൾ ബ്ലോക്ക് വെച്ച് തുടങ്ങാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ ഒരു സ്റ്റെയറൊക്കെ വെക്കണ പണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു ഡോറ് വയ്ക്കാനുള്ളൊരു സെറ്റപ്പ് ഇല്ല. അത് നമുക്ക് പിന്നെ എപ്പോഴേലും ശരിയാക്കി എടുക്കേണ്ടി വരും. കാരണം 3 ഡോറ് വെക്കണ ഭയങ്കര ഷോക്കായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ ചുമ്മാ അങ്ങ് വെച്ചാണ്. നമുക്ക് എന്തായാലും ഇവിടെ കിടന്നുറങ്ങാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് ഗ്ലാസ് വെക്കണമല്ലോ. അപ്പോൾ അതും കൂടി വെച്ചിട്ട് നമുക്കിവിടെ കിടന്നുറങ്ങാം. എന്നിട്ട് നമുക്ക് ബാക്കി പണി നാളെ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പം നമ്മൾ ഈ പോളിഷ്ഡ് ആയിട്ടുള്ള ഈ ഒരു സാധനമില്ലേ, അത് നമുക്കിവിടെ ഡെക്കറേറ്റീവായിട്ട് വയ്ക്കാം. അപ്പം നമ്മുടെ ഹൗസിൽ പുറത്ത് നോക്കുമ്പോൾ അധികം വൃത്തികേട് തോന്നത്തില്ല. ഇങ്ങനെ വയ്ക്കുമ്പോൾ അത്യാവശ്യം കിടിലായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ ഹൗസിൻ്റെ ഫ്രണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ബാക്കി ഗ്ലാസ് ഊരി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഗ്ലാസ്സൊക്കെ തന്നെ ഇവിടെ വെക്കണം. അതിനു മുമ്പായിട്ട് നമ്മുടെ തറയുടെ പണി നോക്കണം. തറയുടെ പണിക്കായിട്ട് നമുക്ക് കുറച്ചുകൂടി ഡീപ്പ് സ്ലേറ്റ് വേണോ കോബിൾ സ്റ്റോൺ വേണം. കോബിൾ സ്റ്റോൺ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കോബിൾ സ്റ്റോണില്ല, നമ്മൾ കോളെടുത്തിട്ട് നമുക്ക് ബാക്കി ഉരുക്കിയാലേ നമുക്ക് ബാക്കി ഗ്ലാസ് കിട്ടത്തുള്ളൂ. എന്നിട്ട് വേണം നമുക്ക് മൊത്തം ഏരിയയും ഗ്ലാസ്സാക്കി മാറ്റാൻ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഗ്ലാസ് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡേർട്ടൊക്കെ ഒന്ന് പൊട്ടിച്ച് കളയണം. എന്നിട്ട് ഈ ഒരു സ്ഥലത്ത് മൊത്തം നമുക്ക് കോബിൾ സ്റ്റോൺ വെച്ച് റിപ്ലേസ് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മൾ ഡേർട്ട് മൊത്തം മൈൻഡ് ചെയ്തു. ഇനി നമുക്കിവിടെ മൊത്തം പെട്ടെന്ന് തന്നെ കോബിൾ സ്റ്റോണൊക്കെ വെച്ച് നമ്മുടെ അടിയിലത്തെ ഭാഗം കൂടി അങ്ങ് സെറ്റാക്കാം. ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നൈസായിട്ട് കോബിൾ സ്റ്റോൺ തീർന്നു പോയി. അപ്പം നമുക്ക് ബാക്കി കോബിൾ സ്റ്റോൺ എടുക്കാൻ വേണ്ടി ഇവിടെ പോയി കോബിൾ സ്റ്റോൺ കുറച്ചുകൂടി എടുത്തിട്ട് വരാം. ഒരു സ്റ്റാക്കൊക്കെ എന്തായാലും വേണ്ടി വരും അവിടെ മൊത്തം വെക്കാൻ വേണ്ടി. അപ്പോൾ അത്രയും നമുക്ക് ഇവിടുന്ന് മൈൻഡ് ചെയ്തെടുക്കണം. മൈൻഡ് ചെയ്ത് വന്നപ്പോൾ നമുക്കിതേ കുറച്ച് അയണും കിട്ടിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഈ അയണും അപ്പോൾ എടുക്കാം. ഈ അയണും നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഗൈസ്, ആവശ്യത്തിൽ കൂടുതൽ കോബിൾ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ റൂഫൊക്കെ കുറച്ച് കോബിൾ സ്റ്റോൺ വെച്ച് ആക്കിയിട്ടുണ്ട്. ബാക്കി ഇനിയിപ്പോൾ നമുക്ക് കോബിൾ സ്റ്റോൺ വെച്ചാക്കണം. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് ഒരു സോംബി കയറി വരാൻ നോക്കി. അപ്പോൾ ഞാൻ അവനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി വെച്ചാണ്. ഞാനിത് വെച്ചുകൊണ്ടിരുന്ന സമയത്ത് രാത്രിയൊക്കെ ആയിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടി വെച്ച് നമ്മുടെ ഏരിയ മൊത്തം ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ഗ്ലാസ് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണി പൂർത്തിയായി എന്ന് പറയാൻ പൂർത്തിയാവാറായി. നമുക്കിനി കുറച്ചുകൂടി മതി.
അപ്പോൾ നമുക്കിനി അധികം താമസിക്കേണ്ട നമുക്ക് ഈ ഗ്ലാസ്സൊക്കെ വെച്ച് നമ്മുടെ ഈ വിൻഡോയൊക്കെ ഒന്ന് എന്താ പറയണേ സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമുക്കിനി സമാധാനം. പിന്നെ നമ്മൾ ഇപ്പോൾ ഡോറും വെച്ചിട്ടുണ്ട്, നമ്മുടെ അടിയിലത്തെ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഫുള്ള്. ഇനിയിപ്പോൾ ഈ ഗ്ലാസ് മാത്രം വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫുൾ പണിയും തീരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫുൾ പണിയും തീർന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വീട് ഒരു വീടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ഇനി തിരിച്ചെടുത്തിട്ട് വരാം. ഇത് ഒരു ക്രീപ്പറൊക്കെ ബ്ലോൺ ചെയ്താണ്. ഈ ഏരിയയൊക്കെ ഞാൻ പിന്നെ ശരിയാക്കി എടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പോയി നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാം. കുറേ സാധനങ്ങൾ അവിടെ തന്നെ കിടപ്പാണ്. എൻ്റെ ഇൻവെൻറ്റോറിയിൽ ഇനി കയറാൻ സാധ്യതയില്ലാതെ കുറേ സാധനങ്ങൾ അവിടെ കിടപ്പുണ്ട്. അത് നമുക്ക് പിന്നെ എടുത്തിട്ട് വരാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഇങ്ങോട്ടൊന്ന് മാറ്റാം. 2 ഡബിൾ ചെസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഒരു സാധനങ്ങൾ വലിയ അത്യാവശ്യമില്ലാത്ത റിസോഴ്സ് മാത്രമോ, ഒരു സാധനങ്ങൾ നമ്മുടെ OP ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ലൂട്ടൊക്കെ ഉള്ളാവുന്ന 2 ഡബിൾ ചെസ്റ്റ് നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം. മൈൻക്രാഫ്റ്റ് ഉള്ളതുപോലെ എൻ്റെ ഇവിടെ നല്ല മഴ തന്നെയാണ്. അപ്പം നമ്മുടെ ബാക്കിയുള്ള ചെസ്റ്റിൽ കുറച്ച് സാധനങ്ങളൂടി കാണും. അപ്പം നമുക്ക് അതൊക്കെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാം. എന്നിട്ട് നമുക്കിവിടെ വേറൊരു ചെസ്റ്റും കൂടി റെഡിയാക്കി വെക്കാം. ഇവിടെ കാണുമ്പോൾ നല്ല മഴയുണ്ട് ഗൈസ്, അതുകൊണ്ട് സൗണ്ടിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വരാൻ നേരത്ത് നമ്മളൊരു ക്രീപ്പർ ഫോളോ ചെയ്തു. ഞാൻ ഓർത്തു നമ്മളിപ്പോൾ ചത്തുപോകുന്നു. പക്ഷെ നമുക്കൊന്നും പറ്റിയിട്ടില്ല. ഇനി നമുക്ക് ഒരു ചെസ്റ്റും കൂടി ഉണ്ടാക്കണം തോന്നുന്നു. അല്ലെങ്കിൽ നമുക്കൊരു ചെസ്റ്റല്ല ഉണ്ടാക്കേണ്ടത്. ചെസ്റ്റ് അല്ല, ക്രാഫ്റ്റിംഗ് ടേബിൾ ആദ്യം ഒരെണ്ണം ഉണ്ടാക്കണം. കാരണം എൻ്റെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ എവിടെയാണ്ട് പോയി. എന്നിട്ട് നമുക്ക് ഒരു ചെസ്റ്റും കൂടി ഉണ്ടാക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഈ ചെസ്റ്റിനകത്ത് ഇടാം. ഇതിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യമില്ലാത്ത ചവറ് പോലത്തെ സാധനങ്ങളൊക്കെ ഇടാം. പിന്നെ നമുക്കിനി ഒരു ബെഡും കൂടി ഉണ്ടാക്കണം. ബെഡ് ഉണ്ടാക്കാൻ എൻ്റെ കയ്യിൽ വുഡില്ല. അല്ല, എൻ്റെ കയ്യിൽ വുഡുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ ഊളില്ല. ഊളൊന്ന് തപ്പട്ടെ. അതെ, എൻ്റെ കയ്യിൽ 10 ഊളുണ്ട്. അപ്പം നമുക്ക് അതുകൊണ്ടൊരു ബെഡും ഉണ്ടാക്കാം. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വീട്. ഇപ്പോഴത്തെ വീട് എന്ന് പറയുമ്പോൾ ഒരു സാധാരണ വീടാണ്. വലിയ ഡെക്കറേഷനോ അലങ്കാരമോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഈ വീടിന് നമ്മൾ ഭയങ്കര സെറ്റപ്പുള്ള, ഭയങ്കര ആഡംബരമുള്ള ഒരു വീടാക്കി എടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ സ്റ്റേ ട്യൂൺ ചെയ്യുക. അടുത്ത വരാൻ പോകുന്ന എപ്പിസോഡുകളിലൊക്കെ ഈ വീട് നമ്മൾ കിടിലാക്കി മാറ്റുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സ്മോളായിട്ടുള്ള ഈ യൂട്യൂബറെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ദ എൻഡ്.